എം ജയേന്ദ്രൻ സാറ്, കൈതപ്രം തിരുമേനി, അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഞാനായിട്ട് അത് ഭയങ്കര സാർ. ഇനി ഒരു യാദൃശ്ചികത, ഈ പരിപാടിയുടെ സംവിധായകനായിട്ടുള്ള ഹരി പി നായർ ആ സിനിമയിലുണ്ട്. അതെ, ഏതോ അമ്പലത്തിൽ നിന്ന് വന്ന് എനിക്ക് പകരം പൂജാരിയാവുന്ന ആ അമ്പലത്തിന് പൂജാരിയായിട്ട് വരുന്നത് ഇതിന്റെ സുരേഷ് നമ്പൂരി എന്നാണ്. സിബി സാർ അതിന് മുമ്പ് മാനത്തെ കൊട്ടാരത്തിലോ മറ്റൊക്കെ ഇല്ലേ? അത് എല്ലാവരും അഭിനയിച്ചു. ഒരു കല്യാണത്തിന് വന്നിട്ട് വിഷയമൊന്നുമല്ല. ഊന്നില മഴ എന്നുള്ള പാട്ടില് എല്ലാവരും ഉണ്ട്. മലയാളത്തിലെ സിനിമ എല്ലാവരും ആ സമയത്ത് ഇവിടെയുള്ള എറണാകുളത്തുള്ളവരെല്ലാം വിളിച്ച്. അതിൽ ഹലോ സാറിന്റെ ഒരു എപ്പിസോഡ് നമ്മൾ കഥയും കഥാപാത്രവും മുഹൂർത്തങ്ങളും ഒക്കെയാണ് പറയുന്നെങ്കിൽ ഏതോ ഒരു പോയിന്റ് ഞങ്ങൾ കുറച്ചധികം നേരം പാട്ടുകളെ പറ്റി സംസാരിച്ചു. നിഷാന്തിനോട് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെയാണ് വിനുവിനും ഈ നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പാട്ടിന് സിനിമയ്ക്ക് പുറത്ത് ഒരു ജീവിതവും ആയുസ്സും എത്രയോ കാലങ്ങളുള്ള ആ പാട്ടുണ്ട്. അത് ആരാ എഴുതി ആരാ പാടിയെന്നൊന്നും അറിയില്ലെങ്കിൽ ഒരു ആയുസ്സുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ ഭാഗ്യമാണ്. വീണ്ടും നമുക്ക് അഭിനേത്രിയായിട്ടുള്ള സോന നായർ ലോഹിത് സാറിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ലോഹിത് സാറിനെ കുറിച്ച് ഓർക്കുന്നു. തൂവൽ കൊട്ടാരം നിന്ന് തുടങ്ങി വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, എഗെയിൻ സത്യനന്ദിക്കാടിന്റെ ചിത്രത്തില് അതിലും ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു. പിന്നെ ഞാൻ ലോഹിതന്റെ പടം എന്ന് പറയുന്നത് അരയന്നങ്ങൾ വീട് ലോഹിതൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയിലാണ് ചെയ്യുന്നത്. പിന്നെ സാറിന്റെ തന്നെ മീൻസ് ലോഹിതന്റെ ഡയറക്ഷനിൽ ചെയ്യുന്നത് കസ്തൂരിമാൻ എന്ന ചിത്രത്തിലായിരുന്നു. അതില് മീര ജാസ്മിന്റെ ചേച്ചി കഥാപാത്രം. ശരിക്കും ലോഹിതന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ അഭിനയിച്ചൊക്കെ കാണിച്ചു തരും. ചില പോർഷൻസ് ഒക്കെ പുള്ളി എഴുതി വെക്കുന്നതിന്റെ ആ ഒരു കൺസീവിങ് ലെവലിലേക്ക് എത്തിയില്ലാത്ത പക്ഷം അദ്ദേഹം അത് കാണിച്ചു തരും. അത് എത്ര വലിയ ആക്ടേഴ്സിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഭയങ്കര സൗമ്യനായിട്ടുള്ള സൗണ്ടേ ഉണ്ടാവില്ല ലൊക്കേഷനിൽ. ലോഹിതന്റെ എന്താ പറയുക, ആ രൂപം പോലെ തന്നെയാണ്. വളരെ നിശബ്ദനായി, സൗണ്ടുകളൊന്നുമില്ല. നമ്മളടുത്തൊക്കെ ഒരു ആർട്ടിസ്റ്റുടെ അടുത്തൊക്കെ അദ്ദേഹം വന്ന് അങ്ങനെയൊന്നും പറയേണ്ടതോ അങ്ങനെ ഒരു വളരെ സൗമ്യനായിട്ട് നിൽക്കേണ്ട ഒന്നും ഒരു അത്തരം വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു. ലോഹിത് സാറിന്റെ ഓർമ്മകൾ ഇനിയും ചിലത് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ക്ഷണം സ്വീകരിച്ചെത്തിയ നിഷാന്ത് സാഗർ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ 2ാം സിനിമയാണ് ലോഹിത് സാർ കണ്ടെത്തിയതും വിളിച്ചതും ഒക്കെ. എങ്കിലും നമുക്ക് ഇദ്ദേഹത്തെ അറിയാവുന്നത് ഈ സിനിമകളിലൂടെയാണ്. തൊടുപുഴയിൽ നിന്നും സിനിമാ മോഹങ്ങളുമായി വന്ന നിഷാന്ത് സാർ ഇപ്പോഴും നമ്മൾ ലോഹിത് സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിലെ ഒരു പ്രകടനവും കഥാപാത്രവും എല്ലാം നമ്മുടെ മുന്നിൽ അത്രയധികം തെളിച്ചത്തോടെ തെളിവാർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. വന്നതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.